നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മംഗലാപുരത്തെ ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിനി ആയിഷ റഷയുടെ മരണത്തിൽ ആൺ സുഹൃത്തിനെതിരെ തെളിവുകൾ പുറത്ത്. 21-കാരിയായ ആയിഷ ആൺ സുഹൃത്തായ ബഷീറുദ്ദീൻ മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്നതിന്റെ തെളിവുകൾ ലഭിച്ചതായി പോലീസ്. ബഷീറുദ്ദീൻ ആയിഷയുമായി നിരന്തരം വഴക്കിട്ടിരുന്നതായും മാനസികമായി പീഡിപ്പിച്ചതായും പോലീസിന് വിവരം ലഭിച്ചു. മരിച്ച ആയിഷ റഷയുടെ ഫോണിൽ നിന്നുള്ള വാട്സ്ആപ്പ് സന്ദേശങ്ങളാണ് ഇതിൽ തെളിവായി ലഭിച്ചിരിക്കുന്നത്. കോഴിക്കോട് എരിഞ്ഞപ്പാലത്തുള്ള ബഷീറുദ്ദീൻ ഫ്ളാറ്റിലാണ് ആയിഷയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഓണത്തിന് അവധിയില്ലാത്തതിനാൽ നാട്ടിൽ വരുന്നില്ലെന്നായിരുന്നു ആയിഷ വീട്ടുകാരെ അറിയിച്ചത്. പിന്നെ എങ്ങനെ ആയിഷ റഷ കോഴിക്കോട് എത്തിയെന്നത് ദുരൂഹമാണ്. സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ആയിഷയുടെ സുഹൃത്തുക്കളുടെ മൊഴിയെടുത്ത ശേഷം ബഷീറുദ്ദീനെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ജിം ട്രെയിനറായ ബഷീറുദ്ദീനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കാനാണ് പോലീസിന്റെ നീക്കം. ബഷീറുദ്ദീനെ ഇന്നലെ നടക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അത്തോളി സ്വദേശിയാണ് ആയിഷ. മംഗളൂരുവിൽ 3ാം വർഷ ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിനിയാണ് ആയിഷ റഫ. കോളേജിൽ നിന്നും കോഴിക്കോട്ട് എത്തിയെങ്കിലും അത്തോളിയിലെ വീട്ടിലേക്ക് പോയിരുന്നില്ല. എരിഞ്ഞപ്പാലത്തുള്ള ബഷീറിന്റെ വാടക വീട്ടിലാണ് എത്തിയത്. കോഴിക്കോട്ടെ ജിം ട്രെയിനറാണ് ബഷീറുദ്ദീൻ. 2 വർഷമായി അടുപ്പത്തിലാണ് ബഷീറുദ്ദീനും ആയിഷയും. ബഷീറുദ്ദീൻ ഈ തട്ടിപ്പുകാരനാണെന്ന ആരോപണമാണ് ബന്ധുക്കൾ ഉയർത്തുന്നത്. ഇയാൾക്ക് താക്കീത് നൽകിയിരുന്നു. ആയിഷയെ ഇയാൾ മർദ്ദിച്ചിരുന്നു എന്ന് സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു എന്നും ഇയാൾ യുവതിയെ ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നു എന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. ആയിഷയുടെ കൊലപാതകമാണ് എന്നും സമഗ്ര അന്വേഷണം ആവശ്യമാണെന്നും ആവശ്യപ്പെട്ട ബന്ധുക്കൾ രംഗത്ത് എത്തിയിരുന്നു. ഓണാഘോഷത്തിനായി കോളേജിലേക്ക് പോകുന്നതിനിടയിൽ സ്കൂട്ടർ അപകടത്തിൽ കോളേജ് അധ്യാപിക മരിച്ചത് അജ്ഞാത വാഹനം ഇടിച്ചല്ലെന്ന നിഗമനത്തിൽ പോലീസ്. ചക്കാന്തറ കൈക്കുഞ്ഞി പറമ്പ് കേസ് KSK കോളേജിൽ വിപിന്റെ ഭാര്യയും കോയമ്പത്തൂരിൽ AJK കോളേജിലെ HODയുമായ ആൻസി എന്ന 36 വയസ്സുകാരിയാണ് മരിച്ചത്. CCTV പരിശോധനയിൽ സ്കൂട്ടറിന്റെ പിന്നിൽ മറ്റ് വാഹനങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. നിയന്ത്രണം തെറ്റിയ സ്കൂട്ടർ ഡിവൈഡറിലും സുരക്ഷാ കവചമായി സ്ഥാപിച്ചിട്ടുള്ള ഇരുമ്പ് കമ്പിയും ഇടിച്ചുകയറി സർവീസ് റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു അപകടമെന്ന് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയെന്നാണ് പോലീസ് പറയുന്നത്. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ ബന്ധുക്കളുടെ നിർദ്ദേശപ്രകാരം മറ്റിടങ്ങളിൽ CCTV ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. ഇത് പൂർത്തിയാക്കുമ്പോഴേക്കും അപകട കാരണത്തെക്കുറിച്ച് വ്യക്തത വരുമെന്നാണ് വാളയാർ ഇൻസ്പെക്ടർ NS രാജീവ് അറിയിച്ചത്. കഞ്ചിക്കോട് പുതുശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് സമീപം തിങ്കളാഴ്ച രാവിലെ 11:00 അപകടം. അപകടത്തിൽ ആൻസിയുടെ വലത് കൈ മുട്ടിന് താഴെ വേർപെട്ട് പോയിരുന്നു. സർവീസ് റോഡിൽ ഒരു സ്ത്രീ കിടക്കുന്നുവെന്ന വിവരം അറിഞ്ഞ് സ്ഥലത്തെത്തിയ വാളയാർ പോലീസും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ജില്ലാ ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റവെയാണ് മരണം സംഭവിച്ചത്. മക്കൾ ആസ്റ്റിൻ അൽസ്റ്റൽ എന്നിവരാണ് മക്കൾ. എന്തായാലും എന്താണ് സംഭവിച്ചത്? ദുരൂഹത തുടരുകയാണ്. ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന കൂടിയുള്ള സംശയം ഉയരുക.